നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പം നിങ്ങൾക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ലൈവായിട്ടാണ് ഓരോന്നും കാണിക്കുന്നത് നിങ്ങളെ ഗായ്സ്. അപ്പം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണല്ലേ വീണ്ടും കാണുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 30 ഡേയ്സിൻ്റെ നമ്മളൊരു ചാലഞ്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 വീഡിയോസ് മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്ത് പറ്റി, എന്താണ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നത് എന്ന് വെച്ച് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ. കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അതിനുശേഷം ഞാൻ വീണ്ടും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പോയപ്പോഴാണ് എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഹെയർ ഗ്രോത്തിൻ്റെ ഒരു ചാലഞ്ച് വീഡിയോ ഒരു ബ്രേക്ക് വന്ന്. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നേന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുടി ഒന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു. മുറിച്ച് അവസാനം ഒരുപാടല്ല, നമ്മൾ ആ എൻ്റെ ഭാഗത്ത് തുമ്പിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഓൾറെഡി എനിക്ക് കട്ടി കുറവുണ്ടായിരുന്നു. പക്ഷെ മുറിച്ചതിന് ശേഷം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താ പറയുക കട്ടി, നല്ല നമ്മളെ ഹെയർ എന്ന് പറയുമ്പോൾ നീളം വെക്കുകയല്ല, നമ്മളുള്ള മുടി എത്രത്തോളം ഹെൽത്തി ആയിട്ട് കിടക്കുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് നമ്മളിപ്പോൾ എൻ്റെ തുമ്പ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക കട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ സ്പ്ലിറ്റ്സ് എൻഡും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോയിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മുടിയായിട്ടാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നിങ്ങളെ മുടിയും അടിഭാഗത്ത് കട്ടിയില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങളും ഒന്ന് നല്ല രീതിയിൽ ഒരു മാസം കൂടുന്തോറും മുടിയുടെ എൻ്റെ ഒന്ന് കുറച്ച് ഒരുപാട് മുറിക്കേണ്ട, കുറച്ച് ഒന്ന് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത മുടി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വളരാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇന്നത്തേന്ന് പറഞ്ഞ ഒരു ഹെയർ പാക്കാണ്. നമുക്കറിയാം എന്തോരം ചൂടാണല്ലേ, നമ്മൾ ഈ ചൂട് കാലത്ത് നമുക്ക് എന്താ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ നമ്മൾ മുടിയുടെ അവസ്ഥ എന്തോ ആയിരിക്കും. അപ്പം നമുക്ക് ഒരുപാട് പേർക്ക് ഡാൻഡ്രഫിന് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ചൊറിച്ചിലുണ്ടായിരിക്കും, നല്ല രീതിയിൽ സ്കാൽപ്പ് ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. എൻ്റെയും അങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ഹെയർ ഈ ഒരു സമ്മർ കാലത്തും നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് വളരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളെ മുടി ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് വെക്കുക. അതിന് എന്തൊക്കെ സംഭവിച്ചാൽ സമ്മർ ആയിക്കോട്ടെ വിൻ്റർ ആയിക്കോട്ടെ എന്ത് വന്നാലും നമ്മുടെ കയ്യിലാണ് നമ്മുടെ മുടി ഇരിക്കുന്നത്. സോ നമുക്ക് ആ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ മാസ്ക് ആണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം ഈ ഒരു സമ്മർ കാലത്ത്. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ എന്ത് ഇഷ്യൂസ് ഇപ്പം മുടിയിലുണ്ടായാലും അത് നല്ല രീതിയിൽ മാറ്റാനായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഞാനിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് തലേ ദിവസം കുതിർത്തി വെച്ച ഉലുവ നമുക്കെടുക്കാം. ഉലുവയും അതിൻ്റെ കൂടെയുള്ള ആ വെള്ളവും കൂടി വേണം ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു മുട്ട എടുക്കുക. മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞ കരു മാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളം എടുക്കരുത്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അതിനുശേഷം നമ്മളെ മുടിയുടെ ലെങ്തിനനുസരിച്ച് ഒരു 3-4 ടീസ്പൂൺ തൈര് എടുക്കുക. ആദ്യം തന്നെ നമുക്ക് ഉലുവ അരച്ചെടുക്കാം. ഉലുവ അരച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പാലും അതേപോലെ മുട്ടയും സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കാവൂ. ഒരുമിച്ച് 3 കൂടി ഇട്ട് മിക്സിക്കകത്ത് അരയ്ക്കരുത്. അങ്ങനെ ഇത് 3 അരച്ചതിന് ശേഷം 3 കൂടി മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ഒരു പാക്ക് നമുക്ക് ആയി കിട്ടും. ഞാനിവിടെ ഹെയർ മാസ്കിനായിട്ട് ഉപയോഗിക്കുന്ന ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് ഞാൻ ഉപയോഗിച്ച് എനിക്കത് ബെനിഫിറ്റ് ഉണ്ടായി, എൻ്റെ മുടിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു സ്ട്രോങ് ആയി മാറി എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പം എനിക്ക് ഉറപ്പുണ്ട് എന്ന് എനിക്ക് 100% അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഇത് ഉപയോഗിക്കുക. ഒരു തരത്തിലും മുടിക്ക് എന്താ പറയുക ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് ഹെയർ മാസ്കിലേക്ക് പോകും. മാസ്ക് ഉണ്ടാക്കിയതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ മാസ്ക്. എനിക്ക് അത്യാവശ്യം മുടി ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ നല്ല ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെ മുടിയുടെ അനുസരിച്ചാണ് നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തേണ്ടത്. നിങ്ങൾക്ക് കുറച്ച് മുടി ഉണ്ടെങ്കിൽ കുറച്ച് മാത്രം ഉലുവ എടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം മുടി ഉണ്ടായതുകൊണ്ടാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ മുട്ടയുടെ മൊത്തം അല്ലെങ്കിൽ വെള്ള ഭാഗം പ്രോട്ടീനാണ്. അത് എന്തുകൊണ്ട് നിങ്ങൾ എത്തില്ല എന്നൊരു സംശയം നിങ്ങൾക്ക് വരും. പക്ഷേ മുടിയിൽ ഈ ഒരു സമയത്ത് ഈ സമ്മറിൻ്റെ സമയം ആയതുകൊണ്ട് മുടിക്ക് മുട്ടയുടെ വെള്ള ചേർക്കരുത്. അത് നമ്മൾ കുറച്ചും കൂടി ഡ്രൈനെസ് നമ്മുടെ മുടിക്ക് ഉണ്ടാകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് മുടിയുടെ യോക്ക് ഭാഗമായിട്ടുള്ള നമ്മുടെ ആ മഞ്ഞ
കുരുവില്ലേ, ആ മഞ്ഞ ഭാഗം മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ചുകൂടി നമ്മളെ മുടിക്ക് സിൽക്കായിട്ട് കിടക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ആ വെള്ളം എടുക്കാതിരിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. എല്ലാ സമയത്തും നമ്മൾ മുടിക്ക് നല്ലതാണ്, പ്രോട്ടീനാണ്, അതേപോലെ നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും ഒക്കെ നല്ലതാണ് മുടിയുടെ മുട്ടയുടെ വെള്ളം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കുന്ന ഈ സമ്മർ ടൈമിൽ മുടിയുടെ മുട്ടയുടെ വെള്ള ഭാഗം ഉപയോഗിക്കാതായിട്ട് ഇരിക്കുക. ഓക്കെ, നമുക്ക് ഈ ഹെയർ മാസ്ക് നമ്മുടെ മുടിയിൽ ഒന്ന് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ഉടക്ക് ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾ മാറ്റിയെടുക്കണം. നമ്മൾ മുടി മൊത്തത്തിൽ നല്ല ഹെൽത്തി, നമ്മൾ എന്താ പറയുക, ഈ ഉടക്കും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വേണം ഈ മാസ്ക് എടുക്കാനായിട്ട്. നമ്മൾ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഈ മാസ്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മളെ മുടിയുടെ സ്കാൽപ്പിലേക്ക് ഇത് കൂടുതലായിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കും. അപ്പം ഒന്ന് നമ്മൾ ചുമ്മാ നമ്മളെ മുടി കെട്ടിയ ഒരു അവസ്ഥയിൽ മാസ്ക് എടുത്ത് പെരട്ടാതിരിക്കുക. ജസ്റ്റ് ഒന്ന് നമ്മളെ മുടി ചീകിയതിന് ശേഷം സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് തേക്കുക. ഓക്കെ, ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു ടിപ്പ്. ഈ ചെറിയ ചെറിയ ടിപ്പുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ആണ് നമ്മുടെ മുടിക്ക് നമ്മുടെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന. ഈ മാസ്കിനൊക്കെ പുറമെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇതൊക്കെ നമ്മുടെ മുടിയിലേക്ക് പെരട്ടാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ വിറ്റാമിൻ ഇയുടെ ഒരു ടാബ്ലറ്റും കൂടി ഒഴിക്കുന്നുണ്ട്. വിറ്റാമിൻ ഇയുടെ നമുക്കറിയാമല്ലോ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ മുടിക്ക് നല്ല രീതിയിലുള്ളൊരു സപ്ലിമെൻ്റ് ആണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്ന ടാബ്ലറ്റ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം. വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഒരുവിധം കഴിഞ്ഞ വീഡിയോസിലെല്ലാം ചെയ്തവർക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ജെൽ ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഈ പച്ചക്കുളിക അതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചൊരിക്കുക. അപ്പം ഞാനിത് എൻ്റെ മുടിയിലോട്ട് തേക്കുവാണ്. നമ്മളെ മാസ്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടിയിൽ പൊതിഞ്ഞിരിക്കണം. ഒരു 15 to 20 മിനിറ്റ്സ് നമ്മുടെ തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നേ ഉള്ളൂ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് ആഴ്ച 2 ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം മാറ്റങ്ങൾ നമ്മുടെ മുടിയിലുണ്ടാവും. മുടിക്ക് പുറമെ ഇത് സ്കാൽപ്പിലാണ് തേക്കുന്നത്. ഒരു തണുപ്പാണ് നമുക്കിത് തേക്കുമ്പോൾ തന്നെ. അപ്പം നമുക്കിത് തേക്കാം. പിന്നെ നമുക്കറിയാം ഉലുവയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. നമ്മുടെ ഉലുവയെന്ന് പറയുന്നത്. അപ്പോൾ ഉലുവ ജസ്റ്റ് മിക്സിക്കകത്ത് ഇട്ടിട്ട് തലേന്ന് തന്നെ കുതിർത്ത് വെക്കണം. എന്നിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് മുട്ടയാണ്. മുട്ട ഒരു പ്രോട്ടീനും അതേപോലെ അതിൻ്റെ യോൾക്ക് എന്ന് പറയുന്നത് നല്ല രീതി വിറ്റാമിൻസ് അതും ഇതുമൊക്കെ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ മുടിക്ക് കുറച്ചും കൂടി ഹെയർ ഫോളിക്കിൾസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ്സ് എല്ലാം കുറയാനായിട്ടും ഒക്കെ മുട്ട സഹായിക്കും. അതേപോലെയാണ് പിന്നെ എടുത്തിരിക്കുന്ന തൈര് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു ഡാൻഡ്രഫ് ഒക്കെ കുറയാനായിട്ട് മുടി ഒന്ന് സ്മൂത്ത് ആയിട്ടിരിക്കാനും അതേപോലെ മോശക്കണ്ടൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒരു തണുപ്പ് നമുക്കറിയാലോ, തൈര് എത്രത്തോളം നമ്മൾ മുഖത്തിട്ടാലായാലും തലമുടി ഇട്ടായാലും ആ ഒരു തണുപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്ടീരിയ ഗ്രോത്തും സ്കാൽപ്പിലുണ്ടാകുന്ന ഇച്ചിനെസ്സും അതേപോലെ ഫംഗൽ ഗ്രോത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൈര് യൂസ് ചെയ്ത്. അപ്പോൾ ഇത് മൂന്നും കൂടി ആകുമ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഹെയറിന് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ തേച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ അത് അപ്പം ഞാൻ മുടിയിൽ മൊത്തം തേച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം ഞാൻ എടുത്ത് തേച്ചിട്ടുണ്ടെന്ന്. മുടിക്ക് പുറമെ ഞാൻ അകത്താണ് കണ്ടോ, ഉള്ള ഭാഗങ്ങളിൽ നമ്മളെ സ്കാൽപ്പിലൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് തേച്ചിട്ടുള്ളത്. കാരണം മുടി തേക്കുന്നതിന് ഉപരി നമ്മളെ സ്കാൽപ്പിലാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ തേച്ച് നമ്മൾ പിടിപ്പിക്കുക. അതേപോലെ തന്നെ തേച്ചതിന് ശേഷം ജസ്റ്റ് ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് മുടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുന്ന വഴി ഇതിൻ്റെ എല്ലാം ഇതും അതിൻ്റെ അകത്തേക്ക് ആ വേരുകളിലേക്കെല്ലാം ഇറങ്ങുന്നതായിരിക്കും. അപ്പം നമ്മൾ സ്കാൽപ്പ് മൊത്തത്തിലൊന്ന് മസാജ് ചെയ്യുക, ഇതൊന്ന് പിടിക്കാനായിട്ട്. എൻ്റെ ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ നമുക്കിത് വെച്ചേക്കാം. അപ്പോൾ സ്കാൽപ്പ് നമ്മുടെ മുടി മൊത്തത്തിൽ ഒന്ന് ഒരു മാസ്ക് തേച്ചതിന് ശേഷം കണ്ടോ ഒന്ന് കെട്ടി വയ്ക്കുക. ഇപ്പം തന്നെ എൻ്റെ മുടി അത്യാവശ്യം നല്ല എന്താ പറയുക, നിങ്ങൾക്ക് തേക്കാൻ ഞാൻ പറയുന്നതിനുപരി നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എത്രമാത്രം. എനിക്കിപ്പോൾ ഒരു നല്ല തണുപ്പും അതേപോലെ ഭയങ്കര കൂളായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ കെട്ടി വെച്ചപ്പോഴത്തേനും അത്യാവശ്യം നല്ല കട്ടി നമ്മുടെ ഈ മാസ്ക് വെച്ചിട്ട് ആ ഒരു
കട്ടി നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ മുടിയിൽ വെക്കുക. ഇത് ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യാം. ഇത് ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യരുത്, അപ്പോഴത്തേനും അതിൻ്റെയൊക്കെ ഇത് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രഷായിട്ട് തന്നെ നമ്മൾ തലയിൽ തേക്കുക. അപ്പം തന്നെ തേക്കുക. ഇപ്പം എനിക്ക് കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, ഞാനിത് ഉണ്ടാക്കി വെച്ച് കുറേ നേരം കഴിഞ്ഞാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ അത് തലയിൽ അപ്ലൈ ചെയ്യുക. 20 തൊട്ട് 25 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഷാമ്പൂ അല്ലെങ്കിൽ കണ്ടീഷണർ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും വെച്ച് കഴുകുക. കാരണം ഉലുവയുടെ ഒക്കെ മണം ചിലർക്ക് ചിലപ്പോൾ പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷാമ്പൂ യൂസ് ചെയ്യാം. ഒരു മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പൂ എടുത്തതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ്. അത്രത്തോളം എഫക്റ്റീവ് ഉണ്ടായിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പം ഞാനിത് വെറുതെ തേച്ചിട്ട് എൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ എനിക്കറിയാം ദേഹം മൊത്തമായിട്ടുണ്ട് ഉലുവ. അതൊന്നും മൈൻഡ് ചെയ്യില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നാച്ചുറലി എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യണം. ഈ പറയുന്ന ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും പിന്നെ ഈ പറയുന്ന കുറേ ചാനൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ എണ്ണ തേച്ച് കഴിഞ്ഞാൽ കിളിക്കും, ഈ എണ്ണ തേച്ച് കിളിക്കുമായിരിക്കാം, ചിലപ്പോൾ കിളിക്കത്തില്ലായിരിക്കാം, നമ്മുടെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മൾ നാച്ചുറലി എങ്ങനെയാണ് ഈ ഒരു മുടി വളർത്തിയെടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ചാലഞ്ച് പോലെ എടുക്കേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് യൂസ്ഫുൾ ആകുന്നുള്ള രീതിയിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ എടുക്കുക. അതേപോലെ മാസ്ക് ഇതെല്ലാം ചെയ്യുന്നതിനുപരി നമ്മൾ നൈറ്റ് കിടക്കുമ്പോൾ നല്ല രീതിയിൽ മുടി ഉടക്കൊക്കെ എടുത്തതിന് ശേഷം പിന്നി കിടക്കുക. അതേപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേനെ അഴിച്ചിടുന്നത് മാക്സിമം ഒഴിവാക്കിയതിന് ശേഷം പോണിറ്റെയിൽ കെട്ടുക, അല്ലെങ്കിൽ പിന്നിടാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ഈ ഒരു സമയം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. അല്ലെങ്കിൽ പ്രശ്നമില്ല, സമ്മർ ആകുമ്പോഴത്തേനും അറിയാലോ വെയിലും കാര്യങ്ങളൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മുടിക്ക് നമ്മുടെ സ്കാൽപ്പിനെ എല്ലാം അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മളിതെല്ലാം ശ്രദ്ധിക്കുക. അവർ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ഡെയിലി വാഷ് ചെയ്യണോ എന്നുള്ള കാര്യം. ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം കുറച്ചും കൂടി നമ്മളെ മുടിയുടെ വേരുകളിലെല്ലാം വെള്ളം വീഴുന്തോറും ഫോഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ കേട്ടിട്ടില്ല ഷവറിൽ കുളിക്കരുത് കാര്യങ്ങളൊക്കെ. ഷവറിലെ വെള്ളമൊക്കെ കൂടുതലായിട്ട് നമ്മളെ മുടിയുടെ ഈ വേരുകളിലെല്ലാം വീഴുമ്പോഴത്തേന് ഈ നമ്മളെ ആ ഒരു ഫോഴ്സിൻ്റെ ബലത്തിൽ മുടി പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ മുടിയൊക്കെ ഒരുപാട് കൊഴിയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെയിൽ കഴിവിട്ട് ആഴ്ചയിൽ 3-4 ദിവസം വീതം നമ്മൾ തല നനയ്ക്കുക. എല്ലാ ദിവസവും തല നനയ്ക്കുന്നതിനോട് ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. അതേപോലെ തന്നെ നല്ല ആഹാരങ്ങൾ കഴിക്കുക. ഈ ഒരു സമയത്ത് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ അതുകൊണ്ട് ഫ്രൂട്ട്സും കൂടുതലായിട്ട് മുടിക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, മുടി ചീകുമ്പോഴല്ലേ നമ്മൾ വുഡിൻ്റെ അല്ലെങ്കിൽ പല്ല് അകന്നുള്ള ചീപ്പ് വെച്ച് മുടി ഈരുക. ഞാൻ പണ്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നമ്മളെ അമ്മ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ ചെറിയ ചീപ്പ് വെച്ചായിരുന്നു ഇരുന്നത്. അപ്പോൾ അത്രയും ഞാൻ ഫോഴ്സ് ചെയ്യേണ്ടി ഇത്രയും മുടി ഈരും തോറും എനിക്ക് മുടി സ്പ്ലിറ്റ് എൻസ് വരികയും അതേപോലെ തന്നെ മുടി പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പല്ലിന് അകഴ്ചയുള്ള ചീപ്പ് വെച്ച് ഈരിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ തടിയുടെ ചീപ്പൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റും. അപ്പം തലയിൽ നമുക്ക് വെച്ച് ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, വാഷ് ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്റർ എഫക്റ്റും ഞാനിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുളിച്ചൊക്കെ വന്നപ്പോഴത്തേന് കുറച്ചൊന്ന് ലേറ്റായി, ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ മുടി ഞാൻ പോയപ്പോൾ ഉള്ള എൻ്റെ മുടിയും ഇപ്പോൾ വന്നപ്പോൾ ഉള്ള എൻ്റെ മുടിയുടെ വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തുമാത്രം എൻ്റെ മുടിയിലിതാ സോഫ്റ്റ് ആൻഡ് സിൽക്കായിട്ടാണ് മുടി കിടക്കുന്നത്. എന്തുമാത്രം മാറ്റമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പോയപ്പോൾ ഉള്ള എൻ്റെ മുടിയും വന്നപ്പോൾ ഉള്ള മുടിയുടെ വ്യത്യാസം കണ്ടോ, ഒരു ചെട പോലും ഇല്ല. പിന്നെ ഉലുവ നമുക്കറിയാം, എന്ത് പാക്ക് യൂസ് ചെയ്താലും ഒന്ന് കഴുകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കുറച്ചൊക്കെ ഉലുവയുടെ ഇതുണ്ടെങ്കിൽ പോലും അത് പയ്യെ നമ്മൾ കുളിക്കുമ്പോഴും മുടി ചെയ്യുമ്പോഴും ഒക്കെ പോലെയായിരിക്കും. സാറിനെ കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അത്രത്തോളം സോഫ്റ്റ് ആൻഡ് സിൽക്കായിട്ടാണ് മുടി കിടക്കുന്നതെന്നും അതേപോലെ അല്ല ഗ്രോത്തിൻ്റെ വ്യത്യാസമൊക്കെ നമുക്ക് ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഒറ്റ വാഷ് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ലൈവായിട്ടാണ് ഓരോന്നും കാണിക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പം ജെന്യൂൻ ആയിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ എത്രമാത്രം എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് ഈ ഒരു പാക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങൾ കമൻസ് ആയിട്ട് പറയുക നിങ്ങളുടെ റിസൾട്ട് എന്തുവാന്നുള്ളത്. പിന്നെ നേരത്തെ ഇട്ട വീഡിയോസിൻ്റെ അകത്തൊക്കെ കുറച്ച് പേരൊക്കെ എന്താ പറയുക ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു, മുന്നോട്ടൊക്കെ പോയി, അവർക്ക് മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷം. പക്ഷേ അത് അതേപോലെ തന്നെ നിങ്ങളുടെ സോറി വയ്ക്കുകയാണ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസാണ് എപ്പോഴും പറയുന്നത്, ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ലൈവ് റിസൾട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ കൂടെ കണ്ടോ എത്രമാത്രം നിങ്ങൾക്ക് സോഫ്റ്റാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത്രയും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയ്ക്ക് വരെ ബൈ. ഇന്ന് കാണുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് അടുത്ത് വെച്ച് കാണിച്ചത്. കണ്ടോ എത്രത്തോളം സിൽക്കായിട്ടാണ് മുടി കിടക്കുന്നതെന്നും ഒരു ചെട പോലും ഇല്ലാതാണ് മുടി വന്നതെന്നും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അടുത്ത് വെച്ച് കാണിക്കുന്നത് അത്രത്തോളം ഞാൻ നിങ്ങൾക്ക് ജെന്യൂനായിട്ടുള്ള റിസൾട്ടാണ് തരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക. എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റാக ഫോളോ ചെയ്യുക, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ പാക്ക് നിങ്ങൾക്ക് ആഴ്ച 2 ദിവസമൊക്കെ യൂസ് ചെയ്യാം, നല്ല റിസൾട്ട് ഉണ്ടാവും. 100% ഗ്യാരണ്ടിയാണ് ഞാൻ. അപ്പം ഇത്രയും ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പം നിങ്ങളത് വിശ്വസിക്കുക, നിങ്ങളത് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.